നമസ്കാരം, ഞാൻ മൃണാൾ. കുറേ ദിവസങ്ങളെ പ്ലാൻ ചെയ്യുന്ന ഒരു മൂന്നാർ ട്രിപ്പാണ്. പലർക്കും പല തിരക്കുള്ളതുകൊണ്ടും മുങ്ങുന്നത് കൊണ്ടും ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് പോയിട്ട് നീയൊക്കെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കൊച്ചിയിൽ നിന്ന് മറ്റേ ടോളിൻ്റെ അവിടെ നിന്ന് കണ്ടെയ്നർ റോഡ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ? അല്ല പൊറോട്ടയല്ലത്. എനിക്കിത് ഇങ്ങനെ കുഴക്കാനാണ് തോന്നുന്നത്, അത്രയും വിശപ്പിടും. പക്ഷേ ഇത് നന്നായിട്ട് അറിയാം എനിക്കിത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. പക്ഷേ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല, കുറേ വേണമെന്ന്. എന്നിട്ട് നമ്മളെല്ലാം കൂട്ടിക്കുവച്ച് ഒന്ന് തിന്നാൻ പറ്റാതെ ബാക്കിയായി. അമ്മ തീറ്റ പറഞ്ഞ് പിന്നെയും ഓക്കെ. പക്ഷെ ഭാര്യയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ പൊറോട്ടയിൽ എണ്ണയുടെ ആവൃത്തിയുടെ മണമില്ല. പല റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ പൊറോട്ട മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എണ്ണ കനച്ച്, അതും ഏതെങ്കിലും ക്രൂഡ് ഓയിൽ പോലത്തെ എണ്ണയായിരിക്കും. ഇതിന് മൈദയുടെ മണമുണ്ട്, പഴയ ചായക്കടയിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു കഷ്ണം പൊറോട്ടയ്ക്ക് ഈ കറി മുഴുവൻ വലിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പത്തിനാണ്. അത് പോർക്കിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ചോദിക്കുകയും വേണ്ട, പോർക്കിൻ്റെ ആ ഫാറ്റ് മുഴുവൻ അതങ്ങ് അബ്സോർബ് ചെയ്യും. കഴിക്കണം, നല്ലതോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളതിൽ എത്ര ആട്ടിൻകുട്ടി ഉണ്ടെങ്കിലും ഒരാട്ടിൻകുട്ടിയെ നമ്മൾ വിട്ടുപോയാൽ അതിനെ തേടി പോകണം എന്നാണ്. ഈ ഒരു കഷ്ണം ബീഫ് ഇതിൽ നിന്ന് വീണല്ലേ, അങ്ങനെ നമ്മൾ കറയരുത്. ചിലപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും നമുക്ക് സ്വർഗം കിട്ടുക അല്ലേ. പുട്ടിൻ്റെ കൂടെ കൊടുക്കുന്ന ടേസ്റ്റ് ആയിരിക്കും. ചേട്ടാ പഴയ ചായ, നല്ല എരിവുള്ള സൂപ്പർ ബീഫ്. ബീഫ് എടുക്കടാ. അവർക്കില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നല്ലോണം വേണം. അല്ല, എന്നിട്ട് നമ്മൾ മൂന്നാർ വരെ ഈ മറ്റേ വാഷിംഗ് മെഷീനിലെ പോകേണ്ട കറണ്ടിൽ കുത്തിയിടുന്നത് ഏകദേശം ഇതേ കളറിലൊരു സാധനമുണ്ട്, പെട്രോൾ എന്ന് പറയും. പെട്രോൾ അത് ഒഴിച്ച് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയൊന്നും കിട്ടിയില്ല. ചെറിയ കുട്ടികൾ ഇങ്ങനെ ബൂന്ന് പറഞ്ഞ വണ്ടി ഓടിക്കാൻ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ കൈ കൊണ്ട് ആക്കുക മാത്രമല്ല, ബൂന്നുള്ള സൗണ്ട് ഉണ്ടാക്കൂലേ? ആ സൗണ്ട് ഉണ്ടോ ഇതിന്? കാറാണത്രേ, കാറ്. ഈ ഇലക്ട്രിക് കാറിൻ്റെ സെയിൽസ്മാൻമാരുണ്ടല്ലോ, അവർ പറയും നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ടോ ഇലക്ട്രിക് കാർ മേടിച്ചാലും. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെട്രോൾ കാറിനേക്കാൾ എങ്ങനെ പോയാലും ഒരു 20% വില കൂടുതലുണ്ടാവും ഒരു ഇലക്ട്രിക് കാറിന്. ആ 20% കൂടുതൽ കൊടുത്ത് ഇലക്ട്രിക് മേടിക്കാതെ ആ 20% പെട്രോൾ അടിക്കാൻ ചിലവാക്കിയാൽ പോരെ. ഇവിടെ 20% കഴിഞ്ഞാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഉണ്ണി മൂന്ന് മേടിച്ച വണ്ടി IX എന്ന് പറയുന്ന BMW വണ്ടി അങ്ങനെ 1.5 കോടി ഉറുപ്പിക എങ്ങാനാണ്. ഓ എൻ്റെ അമ്മ പോരട്ടെ. അല്ലോ, ഇത്ര ആള് തിരക്കുള്ളല്ലോ. നിന്റെ ചായ ഞാൻ എടുത്തോട്ടെ. ഈ പൊറോട്ട ഒന്നും വേണ്ട, ജസ്റ്റ് ചായ മാത്രം മതി. വേണമെങ്കിൽ ഇത്തിരി ബീഫാവാം. വിഷയത്തിലേക്ക് വരാം. ഉണ്ണി മൂന്നിൻ്റെ വണ്ടി 1.5 കോടി ഉറുപ്പിക വണ്ടിക്ക്. BMW X5 എന്ന് പറയുന്ന വണ്ടി. ഓക്കെ, X5-ന് അതിനേക്കാളും ഒരു 30 ലക്ഷം ഉറുപ്പിക എങ്കിലും കുറവാണ്. നിനക്ക് 30 ലക്ഷം ഉറുപ്പിക പെട്രോൾ അടിച്ചാൽ പോരെ? നീ ഇടത്തേക്ക് ഇതും കൊണ്ടുപോകുന്നു ചന്ദ്രനിലേക്കോ? ഏത് പൈസയുള്ള കാറ് വാങ്ങിയാലോ ഇപ്പം എന്താ പറയുക, ടാറ്റയുടെ കേവ് 2-3 ലക്ഷം ഉറുപ്പിക വ്യത്യാസമുണ്ടോ? ടാറ്റയുടെ കേവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്.
2-3 ലക്ഷം രൂപ വ്യത്യാസം കൂടുതൽ കൊടുക്കണം ഇലക്ട്രിക് വണ്ടി കിട്ടണമെങ്കിൽ. ആ 3 ലക്ഷം രൂപ ഡീസൽ അടിച്ചാൽ പോരെ? 3 ലക്ഷം രൂപയ്ക്ക് എത്ര കാലം ഡീസൽ അടിക്കാൻ പറ്റും? എന്നാലും നമുക്ക് കുറേ ലാഭിക്കാൻ പറ്റും. 3 ലക്ഷം രൂപയ്ക്ക് ഒരു സാധാരണ മനുഷ്യൻ അത് കൂടി വന്നാം ഒരു 12,000 15,000 കിലോമീറ്റർ ആയിരിക്കും ഒരു കൊല്ലം അയാളെ വണ്ടി ഉപയോഗിക്കാം. എത്ര റുപ്യാവാനാ ഡീസൽ അടിക്കാൻ? ഒരു കൂടി വന്ന ഒരു 80,000 റുപ്യ ഡീസൽ വേണ്ടി വരും. അയാൾ 5 കൊല്ലം വണ്ടി ഉപയോഗിച്ചാൽ തന്നെ 3 ലക്ഷം ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ പൈസയുടെ 5 കൊല്ലം ഡീസൽ കിട്ടും. പിന്നെ എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടികൾ സുലഭമായി മാർക്കറ്റിൽ ഇറങ്ങുന്നത്? ഇലക്ട്രിക് വണ്ടികൾ സുലഭമായി മാർക്കറ്റിൽ ഇറങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഇലോൺ മസ്ക് ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇലക്ട്രിക് വണ്ടി മേടിച്ചില്ലെങ്കിൽ ഭൂമി കത്തിപ്പോവും. ഇലക്ട്രിക് വണ്ടി എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലിയാണ്, മറ്റതല്ല. മെയിൻ പ്രശ്നം ഞാൻ പറയട്ടെ, ടെൻഷൻ ഒഴിയൂല. എറണാകുളത്ത് 3 പോവാ, അയ്യോ റേഞ്ച് പറയാ ഇത് എവിടെ ചാർജ് ചെയ്യും. മറ്റത് റോഡ് സൈഡിലായാൽ 2 കുപ്പി എടുക്കുന്നു, പെട്രോൾ അടിക്കുന്നു, കൊണ്ടിരുന്നു, ഒഴിക്കുന്നു, പോകുന്നു. ഇതുണ്ടല്ലോ നിങ്ങളെ പരിപാടി പ്രകാരം മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെ ചേച്ചി ഇത്തിരി ചോറ് തരുമോ എന്ന് ചോദിക്കൂലേ, അതുപോലെ ചേച്ചി ഇത്തിരി കറണ്ട് തരുമോ എന്ന് ചോദിച്ചാൽ വല്ല വീട്ടിലും പോയി മുട്ടേണ്ടി വരും. ഇലക്ട്രിക് വണ്ടികൾ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ട്. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി ഇന്നലെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചു. ഒരു 3 വീലറാണ്. അതാണ് നമ്മളിനി കുറച്ച് കാലത്തേക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി വാങ്ങുന്ന വണ്ടികൾ മിക്കവാറും എല്ലാം ഇലക്ട്രിക് ആയിരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്യാവശ്യം കമേഴ്ഷ്യലി ഓട്ടമുള്ള ഒരു സംഭവമാണെങ്കിൽ അത് ഇലക്ട്രിക് അല്ലാതെ ഇനിയത്തെ ലോകത്ത് കമേഴ്ഷ്യലി വയബിൾ ആവില്ല. അതായത് ഈ പറഞ്ഞ പോലെ ഒരു മാസം കൂടി വന്ന 500 കിലോമീറ്റർ വണ്ടി ഓടിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഇലക്ട്രിക് വണ്ടിയുടെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫെറാറിയുടെ ഒരു ഫെറാറി 458 എഞ്ചിന് പകരം വെക്കാൻ ഒരു ഇലക്ട്രിക് എഞ്ചിനും പറ്റില്ല. അല്ലെങ്കിൽ ഒരു ലാംബോർഗിനിയുടെ ഒരു V10 അല്ലെങ്കിൽ പോർഷയുടെ ഒരു ഫ്ലാറ്റ് 6 ഈവൻ BMW ഒരു 6 സിലിണ്ടർ എഞ്ചിന് പകരം വെക്കാൻ ഒരു ഇലക്ട്രിക് എഞ്ചിന് പറ്റൂല എന്ന്, പകരം വെക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് എഞ്ചിൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതല്ലല്ലോ വിഷയം. ഡേ ടു ഡേ ആക്ടിവിറ്റി കൊച്ചി സിറ്റിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിങ്ങൾ ചിലപ്പോൾ മേ ബി ഒരു മെഡിക്കൽ റെപ്പായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളൊരു സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ് ആയിരിക്കും. നിങ്ങൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറാണ് നല്ലത്. മെഡിക്കൽ റെപ്പിന് ഒരു ഇലക്ട്രിക് വണ്ടി തന്നെയാണ് നല്ലത്. കാരണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 30,000 രൂപയൊക്കെയാണ്. പലരും ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നൊക്കെ എറണാകുളത്തൊക്കെ വന്നിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചിട്ടൊക്കെ ജോലി ചെയ്യേണ്ട ആളുകളുണ്ട്. അവരൊക്കെ 10,000 രൂപയാണ് പെട്രോൾ ഡീസലും അടിക്കുന്നത്. അപ്പോൾ ഇതിലെ വിഷയം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതാണ്. ഇവിടെ 13% ചാർജ് ചെയ്യേണ്ടി ബാക്കിയുണ്ട്. 33 കിലോമീറ്റർ റേഞ്ച് ഉള്ളൂ. മൂന്നാറിനാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 30 കിലോമീറ്റർ ചാർജിങ് പോയിന്റ്സ്. എന്തായാലും ആൾക്കാർ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കും. ഈ തീരെ ഇഷ്ടമല്ലാത്ത ഞാൻ പോലും വാങ്ങിക്കും. പക്ഷേ ചാർജിങ് പോയിന്റ്സ്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. കയറ്റാണ്, ചാർജ് ഭീകരമായിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. ഫ്രണ്ടിലൊരു KSRTC, ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ഈ സ്പീഡിലേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. 10 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് ചാർജിങ് സ്റ്റേഷനിലേക്ക്. വെറും 2% ചാർജ് ബാക്കിയുള്ളൂ. 4 കിലോമീറ്റർ റേഞ്ച് ബാക്കിയുള്ളൂ. EV വിൽക്കുന്നതിനനുസരിച്ച് ചാർജിങ് പോയിന്റ്സ് ഉണ്ടായേ പറ്റും. ഇല്ലെങ്കിൽ ആൾക്കാർ റേഞ്ച് ആങ്സൈറ്റി ഉണ്ട്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരിക്കും. എന്റെ KSRTC ഞാനിവിടെ ലോകം രക്ഷിച്ചുകൊണ്ടിരിക്കുക എൻവയോൺമെന്റലി ഫ്രണ്ട്ലി വണ്ടി ഓടിച്ചിട്ട്. അപ്പോഴാണ് 3 കിലോമീറ്റർ പോലും മൈലേജ് ഇല്ലാത്ത വണ്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്റെ വഴി തടയുന്നത്. വാട്ട് ഈസ് ദിസ്? ഇസ് ദിസ് ഫെയർ? സംഭവം 1% എവിടെയും നിർത്തിയിട്ട് ചേച്ചി ഇത്തിരി കറണ്ട് ഉപയോഗിക്കല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. 9.9 കിലോമീറ്റേഴ്സ് ആണ് സ്പേസ് ഉള്ളത്. ആക്ച്വലി ഈ 4 കിലോമീറ്റർ റേഞ്ച് ഒരിക്കലും ആക്ച്വലി കിട്ടൂല. ടെറൈൻ കണ്ടോ? ഇത് ഈ 4 എന്ന് പറയുന്നത് ഇതില് ആക്ച്വൽ റേഞ്ച് ഒരു 1-2 കിലോമീറ്റർ കിട്ടും. ഇതൊരു ഹോം സ്റ്റേ ആണ്. ഒരു ഗതിയില്ലാണ്ട് വണ്ടി ഇവിടെ കയറ്റി
ഈ വർക്കലക്കാരനായിട്ടുള്ള മനുഷ്യൻ മുകേഷ് ഇങ്ങേര് കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷൻ കേബിൾ എടുത്തുകൊണ്ട് തന്ന് അത് ഇവിടെ അവരെന്തോ LED ലൈറ്റ് പുറത്തിടാനോ മറ്റോ ഉണ്ടാക്കി വെച്ചൊരു പ്ലഗ്ഗാണ്. അത് വെച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5% ചാർജ് ആയാൽ നമുക്ക് പോകാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റേണ്ടതാണ്. ഇപ്പം 2% പെട്രോൾ പമ്പുകളുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക. ചാർജിങ് സ്റ്റേഷൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ആസ് എ ബിസിനസ്. ഇപ്പം നമ്മൾ ഒരു ഹൈ പവർ ചാർജിങ് പോയിന്റിൽ ഒരു 1000 രൂപ കൊടുക്കാൻ നമ്മൾ റെഡിയല്ലേ? അല്ലേ? ഇപ്പം നമ്മൾ റെഡിയാണ് അവർ പറയുന്ന കാശ് കൊടുക്കാൻ. മറ്റേ ഫാസ്റ്റ് ചാർജിങ് പോയിൻറ്റ്സിൽ ഒരു യൂണിറ്റിനാകെ 18 രൂപ 20 രൂപയോ അങ്ങനെ എന്തുവാണ് വാങ്ങിക്കാറ്. 50 യൂണിറ്റ് ചാർജ് ചെയ്താലേ 1000 രൂപയേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ 5 യൂണിറ്റിന് 1000 രൂപ കൊടുക്കാൻ റെഡിയാണ്. ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. പണ്ട് കാലത്തെ പെട്രോൾ പമ്പുകളാണ് ഇന്നത്തെ കാലത്തെ ചാർജിങ് സ്റ്റേഷൻ. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരെണ്ണം തുടങ്ങാൻ പറ്റും. തൊട്ടടുത്ത ദിവസം രാവിലെ റിസോർട്ടിൽ മലനിരകളുടെ ഇടയിൽ സുപ്രഭാതം. ഈ റിസോർട്ടിലെ കോട്ടേജുകൾ ഇങ്ങനെ ഈ പ്രകൃതി രമണീയുടെ ഇടയിൽ ഓരോന്നോരോന്ന് ദൂരെയാണ്. രാവിലെ തന്നെ ഒരുപാട് നടക്കാനുണ്ട്. രാവിലെ എഴുന്നേറ്റ് നടത്തം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓക്കെ. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ ഭക്ഷണം കഴിക്കാനാണല്ലോ ആദ്യത്തെ തോന്നലുണ്ടാവുന്നത്. പൂക്കൾ, ഭംഗി ഒക്കെ ഉണ്ട്, ശരി തന്നെ. പക്ഷെ എന്നാലും നമ്മൾ നേരെ ഭക്ഷണത്തിലോട്ട് കടക്കാനുള്ള നടത്തം നടന്നു. സ്വിമ്മിങ് പൂളുണ്ട് മുകളിൽ. ഇവിടെ ഭക്ഷണം കിട്ടും, പക്ഷേ സ്വിമ്മിങ് പൂളിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയില്ല അതെന്നെ കുന്നിൻ്റെ മുകളിൽ വരെ നടത്താനുള്ള ഒരു പ്ലോട്ടാണെന്ന്. ഭക്ഷണം മുഴുവൻ അവിടെ എത്തിയ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോയല്ലേ പറ്റൂ. കോണ്ടിനെൻ്റൽ രീതിയിലുള്ള മുട്ട, പഴങ്ങൾ, ബ്രെഡ്, ബുൾസൈ, പിന്നെ നമ്മുടെ സ്വന്തം പൂരി അവർകൾ ഒരു സൈഡിലിരിക്കുന്നുണ്ട്. പൂരി കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അത് പണ്ടേയുള്ളൊരു വീക്ക്നെസ്സാണ്. അതുപോലെ തന്നെ ബുൾസൈ പൊട്ടാതെ വായിലിട്ടിട്ട് വായയുടെ ഉള്ളി കിടന്ന് അതിൻ്റെ ഉണ്ണി പൊട്ടുന്ന കിട്ടില്ല. അത് പലപ്പോഴും കിട്ടാറില്ല, കയ്യിൽ നിന്ന് തന്നെ പൊട്ടിപ്പോവും. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും യോഗ ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇഡ്ഡലി ഈ പൊടി പോലത്തെ ഒരു സാധനത്തിലിട്ടത് വിത്ത് തേങ്ങാ ചമ്മന്തി വെച്ച് കഴിക്കണമെന്നാണ് ഷെഫ് പറഞ്ഞത്. ലോകം മുഴുവൻ എവിടെ പോയി താമസിച്ചാലും ഒരു ഇന്ത്യൻ സെക്ഷൻ ബുഫേയിലുള്ള ഹോട്ടലാണെങ്കിൽ ഇഡ്ഡലി ഇവിടെ കാണും. അത് ഞാൻ പല രാജ്യങ്ങളിൽ പല ഭൂഖണ്ഡങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പാറാണ് പ്രശ്നം. നല്ല സാമ്പാർ കിട്ടണമെങ്കിൽ സൗത്ത് ഇന്ത്യ തന്നെ വരേണ്ടി വരും. കുടിക്കാൻ പറ്റും നല്ല സാമ്പാറാണെങ്കിൽ. എൻ്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല കഴിക്കുക. ആ ബുഫേ മിസ് ചെയ്യില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരുപാട് ടാർഗറ്റുകളുണ്ട്. രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എഴുന്നേൽപ്പിക്കണം. 10-10 വരെയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ചോദ്യം, സോസേജ് കുത്തിക്കയറ്റാൻ പോകുന്നില്ലേ എന്നാ. വേറെ എവിടെ ഇത്രയും സോസേജ് ഇത്രയും ചീപ്പായിട്ട് കിട്ടുക? ഐ മീൻ നല്ല ക്വാളിറ്റി സോസേജ്. ദിസ് ഇസ് എ വെരി ഗുഡ് ക്വാളിറ്റി സോസേജ്. അത്രയും നല്ല ക്വാളിറ്റി ഭക്ഷണം ഒരു ശരാശരി മലയാളിക്ക് ഇങ്ങനെയൊക്കെ അല്ലേ കഴിക്കാൻ പറ്റും? നല്ല ക്വാളിറ്റി സോസേജിന് ഭയങ്കര വിലയാണ്. പക്ഷെ അവിടെ ചിക്കൻ സോസേജ് മാത്രമേ കഴിക്കുള്ളൂ. ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വീടുകൾ വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. യെസ്, ഗീ റോസ്റ്റും എഗ് റോസ്റ്റും. ഇതുപോലെ സ്വപ്നത്തിൽ കാണുന്ന കോമ്പോസ് എല്ലാം നമുക്ക് ബുഫേയിൽ പരീക്ഷിക്കാമല്ലോ, ഫ്രീ ആണല്ലോ. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ കുളത്തിൽ ഇറങ്ങി ഇന്ന് കഴിക്കണം. നല്ല രസമുണ്ടാവും. ഒന്നൊന്നല്ല, ഒരുപാട് വീടുകളുണ്ട്. എല്ലാം വ്യൂ ആയിരിക്കും, പക്ഷെ ഇത്രയും നല്ല വ്യൂ ഉണ്ടാവില്ല. ഇതൊരു കുന്നിൻ്റെ ടോപ്പിലാണ്. വാട്ട് ഈസ് ദിസ് കറി? കിഴങ്ങേറി അല്ല, ദിസ് ഈസ് ചന മസാല. ലവൻ കോള. ഈ പൊടിയാണ് ഇതിൻ്റെ. 2-3 മാസമൊക്കെ കൂടുമ്പോഴേ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ എവിടെയെങ്കിലും പോകും. എറണാകുളത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്നത്. പക്ഷെ ആ 2 ദിവസം ഭയങ്കര റീചാർജിങ് ആണ്. ഇതിനകത്ത് താമസിച്ച ആ കേട്ടൻ തുറന്നു കഴിഞ്ഞാൽ ഈ വ്യൂ അല്ലേ. ഇതിൻ്റെ എല്ലാം പുറകിൽ വേറെ വേറെ മലകളുണ്ട്. നമ്മൾ കാണാഞ്ഞിട്ടാ ആ നീല കളർ കാരണം. എൻഡ്ലെസ് മലകൾ. അയ്യോ, പുഴുങ്ങിയ പഴം. നമ്മുടെ സുമി പറയുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പ്ലേറ്റൊക്കെ ഒതുക്കി മലയിറങ്ങി താഴെ ചെന്നപ്പോഴേക്കും വിശന്നു. അപ്പോൾ അവിടെ ചോറും കറിയും മീനും ഒക്കെ വെക്കുന്ന ഒരു സ്ഥലത്ത് പോയി.
വിശന്നിട്ട് കൊള്ളാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് ഇലക്ട്രിക് വണ്ടി തൊടുന്ന പോലും ഇഷ്ടമല്ല. നമുക്ക് പെട്രോളിൻ്റെ മണം ഇല്ലെങ്കിൽ ഒരു സമ്മാനം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഇന്നലെ തന്നെ എത്ര ടൈപ്പ് ചാർജറാണോ. അപ്പോൾ ഒരാളെ എങ്ങനെ ഇത് ഡിസൈഡ് ചെയ്യും? ഈ ഒരു വയറെടുത്തിട്ട് മറ്റേ ഹോട്ടലിൽ കണക്ട് ചെയ്ത് പിന്നെ നമ്മൾ KCBയുടെ തന്നെ ഒരു സ്ലോ ആയിട്ട് ചാർജ് ചെയ്യുന്നൊരു സംഭവം. പിന്നെ മറ്റേ ചാർജറാണെങ്കിൽ ഓരോ മിനിറ്റിൽ 1-2% കൂടുന്നു. ബേസിക്കലി 2 ടൈപ്പ് ചാർജേഴ്സാണ്. ഒന്ന് AC ചാർജർ, ഒന്ന് DC ചാർജർ. DC ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുന്ന സ്പീഡ് AC ചാർജർ തരാൻ കഴിയുള്ളൂ. മനസ്സിലാവുന്ന പോലെ അഭിനയിക്കാൻ. എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളതാണ്. പറഞ്ഞോ. അപ്പോൾ ഈ AC ചാർജേഴ്സ് ബേസിക്കലി റിസോർട്ടായിരിക്കും, അതുപോലെ ലോഡ്ജായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കസ്റ്റമർ ഒരുപാട്. ഇപ്പോൾ ആ പോസ്റ്റിൽ കാണുന്ന ഏതാ? അത് AC ചാർജറാണ്. KCBയുടെ. KCBയുടെ അത് നിങ്ങളെ ആപ്പിൽ കിട്ടുമോ? അതേ ചാർജർ കൂടിയുണ്ട്. ഓ, നിങ്ങളെ ആപ്പിൽ അതും ഉണ്ട്. അതുണ്ട്. അപ്പോൾ ഈ ലോകം മൊത്തമുള്ള ചാർജർ, ഈ കേരളം മുഴുവനുള്ള മൊത്തം ചാർജേഴ്സ് ഉണ്ട്. കേരളം മുഴുവൻ നമ്മുടെ ആപ്പിൽ ലിസ്റ്റ് ചെയ്ത KCBയുടെ എല്ലാ ചാർജേഴ്സും അതിനകത്ത് പിന്നെ KCBയിൽ ഏറ്റവും കൂടുതൽ ചാർജേഴ്സ് ഉള്ളു. അപ്പോൾ ഇന്നലെ നമ്മൾ മൂന്നാറിൽ ചാർജ് ചെയ്ത് KCB. ഓക്കെ. അപ്പോൾ KCB തന്നെ ഇന്നലെ AC ഉണ്ട്, DC ഉണ്ട്. ഈ ഹോട്ടൽ ഓണേഴ്സിനും റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന് ബേസിക്കലി DC ആണ് തന്നെ. കാരണം അവിടെ കസ്റ്റമർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. ആ, ഭക്ഷണം കഴിക്കുന്ന സമയം. പക്ഷേ ഈ റിസോർട്ടുകാർക്കും ഹോട്ടൽസിനൊക്കെ AC ആണ്. രാത്രി ഉറങ്ങുമ്പോൾ കുത്തിയിട്ടാൽ മതി. കുത്തിയിട്ടാൽ മതി. രാവിലെ ആകുമ്പോൾ അല്ല, ഈ AC ചാർജസ് നമുക്ക് വീട്ടിലൊക്കെ വെച്ചൂടെ? വീട്ടിലൊക്കെ രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ചാർജ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി നമ്മൾ കാർ മേടിക്കുമ്പോൾ കമ്പനിക്കാരനെ വന്ന് സെറ്റ് ചെയ്ത് AC ചാർജർ വീട്ടിൽ. ഓക്കെ. നമ്മളൊരു വീട്ടിലൊരു AC ചാർജർ ഇങ്ങനെ കമ്പനിക്കാർ സെറ്റ് ചെയ്ത് തന്ന ചാർജറെ നമുക്ക് വാടക കൊടുക്കാൻ പറ്റും? ആപ്പിൽ ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആപ്പിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ വന്ന് ചാർജ് ചെയ്ത് എനിക്ക് പൈസ കിട്ടും. അതെ. ഇതിലെങ്ങനെയാണ് സത്യത്തിൽ ലാഭം കിട്ടുക? കുറച്ച് ചോട്ടം മണി AC ചാർജറാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ പൈസ വേണ്ടി വരുള്ളൂ അല്ലേ? നമുക്കൊരു 20,000 രൂപ മുതൽ 20,000. പക്ഷെ DC ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ എടുക്കണം. DC ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ 30 യൂണിറ്റ്സ് ആണ് സ്റ്റാർട്ടിങ്ങിലൂടെ തന്നെ വരും. സെപ്പറേറ്റ് കണക്ഷൻ KCBന്ന് എടുക്കണം. അത് നമുക്ക് സബ്സിഡൈസ്ഡ് കണക്ഷൻ കിട്ടും. വിലക്കുറവിൽ കിട്ടും. യൂണിറ്റ് 5.5 റുപ്പീസ് ഒരു യൂണിറ്റ് ചാർജ് വരും. ഓ, LT10 തൊട്ടൊരു സെപ്പറേറ്റ് ആയിരിക്കണം. ആ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് വേറെ ആവശ്യത്തിന് കറണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ ലാഭത്തിന്? കഴിഞ്ഞാൽ ചെറുതായിട്ട് പണി കിട്ടും. ഓക്കെ. അപ്പം നീ ഇപ്പോൾ ഓരോ ചാർജർ കണ്ടുപിടിക്കുന്നില്ലേ? അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ AC ഉണ്ട്, അവിടെ DC. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എനിക്ക് ആപ്പിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. AC ഓരോ കളർ ഇൻഡിക്കേറ്റഡ്, AC DC കളർ ഇൻഡിക്കേറ്റഡ്. എവിടെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ആപ്പിൽ. പക്ഷെ അപ്പോൾ ഗൂഗിൾ മാപ്പ് ഈ ആപ്പ് രണ്ടും ഒരേ സമയത്ത് തുറന്നു വെക്കണ്ടേ? അത് ചാർജ് ബോർഡിൻ്റെ ഇതിൽ തന്നെ മാപ്പായിട്ടാണ് ഷോ ചെയ്യുന്നത്. മാപ്പിൽ തന്നെ അപ്പോൾ ഗൂഗിൾ മാപ്പ് വേണ്ട, കാണുന്ന പോലെ തന്നെ ആയിരിക്കും ഈ ആപ്പിൽ. അപ്പോൾ നമുക്ക് റൂട്ടും നമുക്ക് ചൂസ് ചെയ്യാം. ഗൂഗിൾ മാപ്പ് പോലെ തന്നെ. ഗൂഗിൾ മാപ്പ് പോലെ തന്നെ നമുക്ക് EV റൂട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം നിന്ന് തിരുവനന്തപുരം പോവുകയാണെങ്കിൽ ആ റൂട്ട് നമ്മൾ അടിച്ചു വെക്കുക. അതിൻ്റെ അടുത്തുള്ള ചാർജസൊക്കെ കാണിക്കും. അതിൻ്റെ ഹോട്ടായിട്ടുള്ള ചാർജസും കാണിക്കും, കോൾഡ് ആയിട്ടുള്ള ചാർജസും കാണിക്കും. അത് ഏറ്റവും അടുത്തുള്ള ചാർജസും കുറച്ച് റീറൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തുള്ള ചാർജസൊക്കെ എല്ലാം കാണിക്കും. അതാണ് കോൾഡ് ആയിട്ടുള്ള ചാർജ്. ഓക്കെ. അവിടെ ഇത്തിരി പുളിശ്ശേരി കേട്ടോ. ഞാനിപ്പോൾ തിരുവനന്തപുരം പോവാം. അപ്പോൾ എൻ്റെ ഇതിലിങ്ങനെ ചാർജർ കാണിക്കുമല്ലോ. ഞാനവിടെ തിരിച്ച് ചാർജർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ? നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ ഇത് ആപ്പിൽ കാണിക്കും. ചാർജറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറൊരു കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഓ, ഓക്കെ. അത് വർക്കിംഗ് അല്ലെങ്കിൽ അവിടെ പവർ കണക്ഷൻ ഫെയിലർ ആണെങ്കിൽ കൊടുത്തപ്പോൾ നമുക്ക് ഈ LT10 കൊണ്ട് പ്രത്യേക താരിഫെണ്ണുണ്ട്. നമ്മളെ ചന്ദ്രോത്സവം സിനിമയിൽ ജഗദീഷ് ചോദിക്കൂലേ ഇനി എന്തെങ്കിലും വേണോ? അപ്പം മോഹൻലാൽ പറയില്ലേ ഒരു പെട്രോൾ പമ്പിന്റെ ലൈസൻസ് കിട്ടും ഹൈവേയുടെ സൈഡിൽ നിന്ന്. ഇനിയത്തെ കാലത്തെ പെട്രോൾ പമ്പ് എന്ന് പറയുന്ന ചാർജിങ് സ്റ്റേഷനല്ലേ? പണ്ട് അതിലുണ്ടായിരുന്ന പെട്രോൾ പമ്പ് ഓണർ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ. ഇനിയാനും പുതിയൊരു പെട്രോൾ പമ്പ് തുടങ്ങൂല. ഇനി എല്ലാം ചാർജിങ് സ്റ്റേഷൻ ആയിരിക്കുമല്ലേ? നമ്മളിപ്പോ വണ്ടി എടുത്തിട്ട് കേരളത്തിൽ മാത്രമല്ലല്ലോ പോവുക. ഇപ്പൊ പുറത്തു പോകുന്ന സമയത്ത് അപ്പൊ ഓരോ സംസ്ഥാനത്തും ഇങ്ങനത്തെ ഓരോ ആപ്പ് വെച്ചിട്ട് നോക്കണം. നമ്മൾ പുറത്തുള്ള ഒരുപാട് CPOs ആയിട്ട് ചാർജിങ് പോയിന്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക്, ഇഫിൽ അതുപോലത്തെ ഒരുപാട് കമ്പനീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ ഷെല്ല്, HP ഈ പെട്രോളിയത്തിൻ്റെ ഒക്കെ
പെട്രോൾ പമ്പ്സിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ നമ്മുടെ ആപ്പ് വെച്ച് യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ നിങ്ങളെ ആപ്പിൽ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ആപ്പ്. നമ്മളിപ്പോ ഉത്തർപ്രദേശിൽ പോയാലും കാശ്മീരിൽ പോയാലും എവിടെ പോയാലും സംഭവം കാണാം. അതുപോലെ മെഴ്സിഡസ് ബെൻസിന്റെ എല്ലാ ഷോറൂമിലുള്ള ചാർജിങ് പോയിന്റ്സും ചാർജ് മോഡ് ആപ്പ് വെച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ നമുക്ക് ഒരു ഒട്ടുമിക്ക ചാർജസും യൂസ് ചെയ്യാം. നമ്മൾ ഹംഗറി മൃണാളിൽ വെക്കാൻ പോകുന്ന ചാർജിങ് പോയിന്റ്സ് AC ആണല്ലോ, കൂടുതൽ സമയത്ത് ചാർജ് ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ നല്ല സ്പീഡിൽ ചാർജ് ചെയ്യുന്നതും കൂടുതൽ സമയത്ത് ചാർജ് ചെയ്യുന്നതും തമ്മിൽ പൈസ വ്യത്യാസമുണ്ടോ ഈ ചാർജ് ചെയ്യുന്ന കസ്റ്റമർ പേ ചെയ്യുന്നത്? അതെ, AC ചാർജിങ് നമ്മുടെ ആപ്പിൽ 9+ GST മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 രൂപ. 9 രൂപ പ്ലസ് GST ഒരു യൂണിറ്റിന്. ഒരു യൂണിറ്റിന്. അപ്പൊ ഒരു സ്കൂട്ടർ ചാർജ് ചെയ്യാൻ എത്ര യൂണിറ്റ് വേണ്ടി വരും? ഇപ്പോ Ola S1 Pro ഒക്കെ 4 kW 4 യൂണിറ്റ്സ് ആണ് അതിന്റെ ബാറ്ററി പാക്ക്. അപ്പൊ 40 റുപ്യ ഉണ്ടെങ്കിൽ 40 രൂപ ഉണ്ടെങ്കിൽ ഫുൾ ചാർജ് ചെയ്യും. ഫുൾ ചാർജ് ചെയ്യും. മറ്റേ ഇതാണെങ്കിൽ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ ഫാസ്റ്റ് ചാർജർ നമ്മൾ കേരളത്തിലെ ഏറ്റവും ലോ താരിഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 11.6 മുതലുണ്ട്. 11.6 പ്ലസ് GST മുതൽ ചില സ്റ്റേഷൻസിൽ 18+ GST ആണ്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് തീരുമാനിക്കാം. താരിഫ് നമുക്ക് തീരുമാനിക്കാം. അതെ. പക്ഷെ 18 റുപ്യൊക്കെ ചാർജ് ചെയ്താലും കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ? 18 സാധാരണ ഒട്ടുമിക്ക സ്റ്റേഷൻസിലും ആവറേജ് റേറ്റിംഗ് 18ന്റെ മുകളിലേക്ക് വരും. ഇതുപോലത്തെ ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് ആ സ്പേസ് ധാരാളം പോരെ? നമ്മുടെ ഈ ഓട്ടോറിക്ഷയ്ക്കും ആ സ്പേസ് പോരെ? മതി. നമുക്ക് AC ചാർജർ പോരെ? ഇതിന് AC ചാർജിങ് ഓപ്ഷനേ ഉള്ളൂ എന്നല്ലേ? അത്രേ ഉള്ളൂ അല്ലേ? സ്കൂട്ടർ. അതെ, ഞാൻ ഉദ്ദേശിച്ച ഈ സ്ഥലമാണ്. നമ്മളെ കണക്ടർ അങ്ങോട്ട് എത്തിച്ചാൽ മതി. നമ്മളതിന് ചാരിയിട്ടാണ് 2 ബൈക്ക് 2 പോയിന്റ് നമുക്ക് വെക്കാം. 2 ബൈക്ക് ഈ ഓട്ടോറിക്ഷ വേണമെങ്കിൽ ഈ സ്പേസിൽ കയറൂലേ? അതെ അതെ. മറ്റേ DC ആകുമ്പോഴല്ലേ കാറിന്റെ വലിയ സ്പേസ് വേണ്ടു. അതെ, DC ആകുമ്പോൾ കാർ വൃത്തിരാനുള്ള സ്പേസ് വേണം. ഞാൻ ചെയ്തേനെ, പക്ഷേ ഇവിടെ നമ്മൾ കാർ പാർക്കിംഗ് ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു വളരെ സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ആരും BMW iX-ലൊന്നും വന്നിട്ട് ഭക്ഷണം കഴിക്കണ്ട. കാരണം അവർക്കൊക്കെ പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ വളരെ എന്താ പറയാ, നമ്മൾ AC ചാർജിങ് മാത്രം വെക്കുന്നുള്ളൂ. അങ്ങനല്ല, നമ്മുടെ കസ്റ്റമർ 2 വീലറിൽ വരുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആ ഒരു. അവർക്കാണ് AC-ലൊന്നും വരുന്ന നല്ല ഭക്ഷണം കഴിക്കാനുള്ള സ്ഥാപനങ്ങൾ ഇല്ലാത്തത്. പൈസ ഉള്ളതൊക്കെ എവിടെ വേണം പോയിക്കൂടെ?